ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കുഞ്ഞ് ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും പിന്നെ അല്ലറ ചില്ലറ പണികളും അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഭാഗത്തുള്ള ഒരു വെണ്ടയ്ക്ക പുളിയാണ് കേട്ടോ. വളരെ ഈസിയാണ്, പിന്നെ വളരെ ലൈറ്റാണ് ഇത് കഴിക്കാനും. നല്ല ടേസ്റ്റിയാണ്. നല്ല എരിവും പുളിയും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ഇടണം. എന്നിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, ഇതാണ് മെയിൻ കേട്ടോ. ചെറിയ ഉള്ളിയാണ് എന്തായാലും ഇടേണ്ടത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചേനയും മുറിക്കുന്നുണ്ട്. ഞാൻ ഈ ചേന ചെത്തുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മ പറയും, എൻ്റെ മോളെ നീ എന്തിനും ഇങ്ങനെ ചേന ചെത്തി കളയുന്നേ ചോദിക്കും. തൊലി മാത്രം കളഞ്ഞാൽ പോരേ ചോദിക്കും. ഞാൻ പിന്നെ അങ്ങ് ഫാസ്റ്റിൽ ചെയ്യുമ്പോൾ അതങ്ങ് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കറിയിലോട്ട് വരാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിടണം. പിന്നെ വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റണം കേട്ടോ. അല്ലെങ്കിൽ അതിനൊരുമാതിരി ഇതുമാതിരി വരില്ലേ, ഒരുമാതിരി വെണ്ടയ്ക്ക നേരെ വെന്തിട്ടില്ലെങ്കിൽ ഒരുമാതിരി പശ പോലെ വരില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലിട്ട് നന്നായിട്ട് വഴറ്റുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴന്നതിന് ശേഷം ഒരു നല്ല പഴുത്ത തക്കാളി അതിൻ്റെ അകത്തോട്ട് ചോപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിടുക, ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇടാൻ. ഇതെല്ലാം നന്നായി വഴന്ന് ഓരോന്നും ടൈം എടുത്ത് വഴറ്റണേ. എന്നിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് തക്കാളിയും വഴന്നതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഇടണം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് മെയിൻ. ഓക്കെ, 1 സ്പൂൺ മുളക് പൊടി എടുത്താൽ എന്തായാലും 2 സ്പൂൺ മല്ലിപ്പൊടി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഒരു പച്ച മണമൊക്കെ മാറാനും അതിൻ്റെ ആ പച്ച കുത്തൊക്കെ മാറാൻ വേണ്ടി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ മുറിച്ച് വെച്ച് ചേനയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റൊക്കെ ഞാൻ ഈ ചേന ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങ് കുഴഞ്ഞു വരുമായിരുന്നു. എനിക്കിതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പരന്ന പാത്രത്തിൽ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ, മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വഴറ്റി എടുക്കണമെന്ന്. അപ്പോൾ ചേനയൊക്കെ അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞു പീസാക്കി കുറച്ചധികം എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉടനെ ഇളക്കണ്ട, കാരണം ഒട്ടിപ്പിടിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കാതെ തന്നെ ഇളക്കി അത് നന്നായിട്ട് ഫ്രൈ ആയി വരും. നല്ല വെന്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി മെഴുക്ക് വരട്ടിയാവും കേട്ടോ. ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ ചെയ്യുക, പാവയ്ക്ക എല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോഴത്തേനും നമ്മുടെ കറിയെല്ലാം ഒന്ന് തിളച്ച് വെന്തു, കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞതും നമ്മൾ അതിൻ്റെ അകത്തോട്ട് പുളിയാണ് ഒഴിക്കുന്നത്. കുറച്ച് പേരിന് ഓൾറെഡി നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം പുളി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് തേങ്ങ അരച്ചൊഴിക്കുക. വെറും തേങ്ങ മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. നന്നായിട്ട് അരച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഓക്കെ, ഇങ്ങനെ പത വരിക എന്നല്ല, നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ആ തേങ്ങയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാം. എത്രയേ ഉള്ളൂ. അത് കുറച്ച് നേരം ഉടനെ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് നേരം വെച്ച് കഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കത്തേക്ക്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി അതുപോലെയൊക്കെ ഇങ്ങനെ കഴിക്കും. കുറച്ച് സമയം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മക്കൾക്കെല്ലാം ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പെട്ടെന്നൊരു കറി നമുക്ക് മടിയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എൻ്റെ കൂടെ ചേന മെഴുക്ക് വരട്ടിയും കൂടെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുപോലെ എൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേനും എന്താ പറയുക, ബാക്കിയുള്ള പണികൾ ക്ലീനിങ്ങും. അപ്പോൾ ഈ ചെടിയിൽ അപ്പോൾ നോക്കിയപ്പോൾ ഈ ചെടിയുടെ അകത്ത് മൊത്തം ഇല വന്നതും പിന്നെ അതൊരു മാതിരി മഞ്ഞ കളറാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചു കുറച്ച് പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫെർട്ടിലൈസർ പോലെ ഇട്ടാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുത്തിയിരുന്ന് അതെല്ലാം റെഡിയാക്കുകയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ മുറിച്ചിടുക. പിന്നെ ഞാൻ ആവശ്യം എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, അതിനെ അങ്ങ് കൈവച്ച് പറിച്ചെടുത്തിട്ട് കുഴിച്ചിട്ടാൽ പോരായിരുന്നു എന്ന് ഇങ്ങനെ വിചാരിച്ചു. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഒരു ഇതിൽ അങ്ങ് ചുറ്റിനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് മുറിച്ചിട്ടതാണ് കേട്ടോ. ഇതുപോലെ ചെടികൾക്കൊക്കെ ഇടുന്നത് നല്ല, പഴത്തിൻ്റെ തൊലി, ഉള്ളിയുടെ തൊലിയൊക്കെ ഇടുന്നത് നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ കർക്കിടകം വരാൻ പോകല്ലോ, അപ്പോഴത്തേനും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് കുറച്ച് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇത് പാത്രമൊക്കെ കഴുകി വയ്ക്കുന്ന ഒരു എന്താ പറയുക, ഒരു ട്രേ ആണ്. പിന്നെ അതേപോലെ 3 ലെയറുള്ള പോലത്തെ ഒരു ട്രേ ഉണ്ട്, ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിൽ വരുമ്പോൾ അതൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ എന്ന് വെച്ചു. അങ്ങനെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ മോളായിരുന്നു കൊണ്ടുപോയി മെഷീനിലിട്ടത്. കഴിഞ്ഞപ്പോൾ വിരിച്ചിടുന്നത് എൻ്റെ പണിയുമാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ തന്നെ എല്ലാം പഠിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോരോ ചെറിയ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഇതുപോലെയൊക്കെ കുറച്ച് ക്ലീനിങ്ങും വാഷിങ്ങും പിന്നെ മോളുമായിട്ടുള്ള കുറച്ച് സമയവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് നന്നായിട്ട് പോയി കേട്ടോ. അപ്പോൾ വൈകുന്നേരം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അമ്മ ഇലയട ഉണ്ടാക്കിയിട്ട്, ചക്കയടയില്ലേ അതുണ്ടാക്കി കൊടുത്തു വിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എൻ്റെ ബ്രദറിൻ്റെ വൈഫുണ്ട്, പുള്ളിക്കാരുടെ അമ്മയും ഇതുപോലെ അട ഉണ്ടാക്കി തരും. ഞാൻ പറയും എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്കും തരണേ ആൻറ്റി എന്ന് പറയേ. അപ്പോൾ എങ്ങനെയും എനിക്ക് ഒരു പീസെങ്കിലും കിട്ടിയിരിക്കും. അപ്പോൾ ഇത് അമ്മയാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കി തന്നത്. നല്ലതായിരുന്നു. എനിക്കത് ചക്കയട ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.